ജൂലൈ 31, 2024 അമേരിക്കയിലുള്ള വെർജീനിയ സിറ്റിയിൽ 28 വയസ്സുള്ള മമിത കാഫിലും അവരുടെ ഭർത്താവ് നരേഷ് ഭാട്ടും പിന്നെ ആ ദമ്പതികളുടെ ഒരു വയസ്സുകുട്ടിയും നല്ല സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഇവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് അന്നത്തെ ദിവസവും അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത്. അന്നത്തെ രാത്രി അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് മമിത കുട്ടിയെ കൂട്ടി ഒരു ബെഡ്റൂമിലും നരേഷ് വീടിന്റെ മുകളിലെ ബെഡ്റൂമിലും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാവിലെ ആയതും നരേഷ് അടിയിൽ വന്ന് മമിത ഉറങ്ങുന്ന റൂമിൽ നോക്കിയപ്പോൾ മമിതയെ അവിടെ കാണാനില്ല. കുട്ടി മാത്രമാണ് കിടന്നുറങ്ങുന്നത്. മാത്രമല്ല അവിടെ കബോർഡുകളിൽ നിന്ന് കുറേയധികം ഡ്രസ്സുകൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് നരേഷ് കാണുകയാണ്. അത് എന്താണെന്ന് ശരിക്കും നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മമിതയുടെ ഡ്രസ്സുകൾ കാണാനില്ല. മാത്രമല്ല മമിതയുടെ ഗ്രീൻ കാർഡ്, പാസ്പോർട്ടും അതും കാണാനില്ല. ഇത് കണ്ട് ഒരു തരത്തിലും ഷോക്കായിരുന്നില്ല നരേഷ്. കാരണം ഇവർക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മമിത ഇതേപോലെ ദേഷ്യപ്പെട്ട് ഫ്രണ്ടുകളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പതിവായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ ദേഷ്യമെല്ലാം കുറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമെന്ന് അയാൾക്ക് അറിയായിരുന്നു. പക്ഷേ 5 ദിവസമായിട്ടും മമിത തിരിച്ച് വീട്ടിലേക്ക് വരാത്തതിനെ തുടർന്ന് ഇത് മിസ്സിംഗ് കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോലീസ് ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിൽ വലിയൊരു ട്വിസ്റ്റായിരുന്നു ആ പോലീസുകാർക്ക് ഇതിൽ നിന്നും ഉണ്ടായത്. കാണാതായ മമിതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന ഫോറൻസിക് റയർ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിച്ച അമേരിക്കയിലെ ബ്രില്യൻ കേസുകളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. നരേഷും മമിതയും നേപ്പാൾ സ്വദേശികളാണെങ്കിലും അവർ ഇപ്പോൾ അമേരിക്കൻ സിറ്റിസണുകളാണ്. നരേഷ് ഒരു ആർമിക്കാരനാണ്. മമിത അവിടെ തന്നെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ നഴ്സുമായിരുന്നു. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മമിത താൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ സെൻറ്ററിൽ ലീവ് പറയാതെ പോയതിനെ തുടർന്ന് അവിടെ മമിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മമിതയ്ക്ക് കോൾ ചെയ്യുകയാണ്. പക്ഷേ 3 ദിവസമായിട്ടും മമിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനെ തുടർന്ന് മമിതയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോലീസ് നോർമലായിട്ട് അന്വേഷിക്കുന്നത് പോലെ മമിതയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ഒരു വയസ്സ് കുട്ടിയെ കയ്യിലെടുത്ത് നരേഷായിരുന്നു ഡോർ തുറന്നു വന്നത്. പോലീസ് നരേഷിനോട് എവിടെയാണ് നിങ്ങളുടെ വൈഫ് മമിത വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിന് നരേഷ് പറഞ്ഞ മറുപടി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമെന്ന് വേറെ ആരുടെയോ ഭാര്യ മിസ്സിംഗ് ആയതുപോലെ അയാൾ മറുപടി പറയുകയാണ്. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്തോളാം എന്ന് അയാൾ പോലീസുകാരോട് പറയുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരോട് നരേഷ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് ചെക്ക് ചെയ്ത് ഡൗട്ട് തീർത്തോളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ നോർമലായിട്ടുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ട് തന്നെ പോലീസ് 2 ദിവസം കഴിഞ്ഞിട്ടും ഭാര്യ വന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും 2 ദിവസമായിട്ടും മമിത വീട്ടിലേക്ക് വരാത്തതിനെ തുടർന്ന് നരേഷ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ അവിടെയുള്ള മമിതയുടെ ഫ്രണ്ട്സ്, നേപ്പാൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് മമിതയെ അന്വേഷിക്കുകയാണ്. ഇതേപോലെ മമിത അവസാനമായിട്ട് ജോലിക്ക് പോയ ആ സമയം, അതായത് ജൂലൈ 27-ാം തീയതിയുള്ള CCTV എല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഒരു ഫുട്ടേജ് കണ്ട് പോലീസുകാർ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ ഒരു ഫുട്ടേജിൽ മമിത രാത്രി 8 മണിക്ക് ഒരു ബ്ലാക്ക് കളർ കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. പക്ഷേ അത് ആരുടെ കാറായിരുന്നുവെന്ന് പോലീസിന് വ്യക്തമായിരുന്നില്ല. നമ്പറും വ്യക്തമായിരുന്നില്ല. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മമിത ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായത്. പക്ഷേ പിന്നീട് അത് ക്യാൻസലും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഭർത്താവായിട്ടുള്ള നരേഷാണോ വന്ന് പിക്ക് ചെയ്തതെന്ന് അന്വേഷിക്കുമ്പോൾ നരേഷിൻ്റെ വണ്ടി ടെസ്ലയുടെ കാറായിരുന്നു. അപ്പോൾ യൂബറുമല്ല, നരേഷിൻ്റെ വണ്ടി ടെസ്ലയുമല്ല. പിന്നെ ഏത് വണ്ടിയിലാണ് മമിത പോയതെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു പോലീസുകാർ.
മാത്രമല്ല ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ക്ലിയർ അല്ലാത്തതിനാൽ അത് ആരുടെ കാറാണെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയം എന്താണെന്നാൽ മമിത അന്നത്തെ ദിവസമല്ല മിസ്സിംഗ് ആയിരിക്കുന്നത്. അതായത് 27-ാം തീയതി കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയെങ്കിലും 28-ാം തീയതി മമിത കുറച്ച് ഫ്രണ്ട്സുകൾക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 29-ാം തീയതി നേപ്പാളിലുള്ള അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഗസ്റ്റ് 1-ാം തീയതി മുതലാണ് മമിതയുടെ ഫോൺ ഇൻആക്ടിവേറ്റ് ആയത്. ഭർത്താവുമായിട്ട് ദേഷ്യപ്പെട്ട് ഒരു പക്ഷേ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് മമിത പോയത് നേപ്പാളിലുള്ള അമ്മയുടെ അടുത്തേക്കാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് ആരെങ്കിലും വീട്ടിലേക്കാണോ പോയത് എന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ എവിടെയും മമിത പോയിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ 2 ആഴ്ചയോളം പോവുകയാണ്. മമിതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തുപിടിയുമില്ല. ഇതറിഞ്ഞ് മമിതയുടെ പേരൻസ് ആയാലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയാലും എല്ലാവർക്കും വിഷമവും അതേപോലെ തന്നെ ഭയവും വരികയാണ്. എന്നാലും മമിതയെ തിരിച്ചു കിട്ടുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു കേസിൽ വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. പോലീസ് മമിത താമസിച്ചിരുന്ന വീടിന്റെ അടുത്തുള്ള എല്ലാ CCTVയും ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫുട്ടേജ് കണ്ട് ഒട്ടും വൈകാതെ നേരെ നരേഷിന്റെ വീട്ടിലേക്ക് പോലീസുകാർ പോവുകയാണ്. എന്നിട്ട് വീട് മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നായകളെ കൊണ്ട് സെർച്ച് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡി കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുള്ള നായകൾ നരേഷിന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ നിന്ന് കുരയ്ക്കുകയാണ്. ഉടനെ തന്നെ പോലീസ് റൂം മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസുകാർക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. എന്തിന് ഒരു രക്തക്കറ പോലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ തൻ്റെ റൂമിന്റെ മുന്നിൽ നിന്ന് കുരയ്ക്കുന്ന നായയെ കണ്ട് ഇപ്പോഴാണ് നരേഷിന്റെ ഹൃദയമിടിപ്പ് കൂടുന്നത്. മാത്രമല്ല ഈ കേസ് വേറെ ആംഗിൾ വഴി തിരിയുകയാണ്. മമിതയുടെ ബോഡി മറച്ചുവെച്ച കുറ്റത്തിന് പോലീസ് നരേഷിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിലൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. മമിത മരിച്ചോ, മമിതയുടെ ബോഡി അവർക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മമിതയെ നരേഷ് കൊന്നിട്ടുണ്ടാകുമോ? അതിനുള്ള ഒരു എവിഡൻസ് പോലും പോലീസിന് കിട്ടാതെ എങ്ങനെയാണ് പോലീസ് നരേഷിനെ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാനാണ് മമിതയെ കൊന്നത് എന്ന് നരേഷ് പോലീസിനോട് വാക്കുമൂലം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല മമിത മരിച്ചോ, മമിത ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്നറിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് മമിതയുടെ ബോഡി മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നരേഷിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ള പല ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ടാകും അല്ലേ? അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാൽ നായകൾ നരേഷിന്റെ റൂമിൽ ബോഡിയുടെ കുറച്ച് ട്രേസസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ കേസിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കയറി വരുന്നത്. ഫോറൻസിക് ടീം നരേഷിന്റെ ബെഡ്റൂമിലും ബാത്റൂമിലും പരിശോധിക്കുന്ന സമയത്ത് അധിക അളവിലുള്ള ബ്ലഡ് കറ ഉണ്ടായിരുന്നതിന്റെ ട്രേസസ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോറൻസിക് ടീം കണ്ടുപിടിച്ചത് ബ്ലഡ് കറകളല്ല, അവിടെ ബ്ലഡ് കറകൾ ഉണ്ടായിരുന്നു എന്നതാണ്. അത് 1 തുള്ളിയോ 2 തുള്ളിയോ അല്ല. ഫോറൻസിക് ടീം ഇത് മെൻഷൻ ചെയ്യുന്നത് പൂൾ ഓഫ് ഡ്രൈഡ് ബ്ലഡ് എന്നാണ്. അതായത് ആ വീടിന്റെ ബാത്റൂമിലും റൂമിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? മമിത കാണാതായിട്ട് 25 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡിന്റെ ട്രേസസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് ബ്ലൂ സ്റ്റാർ ടെക്നോളജി. ഇത് എങ്ങനെയാണ് വർക്കാകുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു സ്പ്രേയാണ്. വ്യക്തമായി പറഞ്ഞാൽ ബ്ലഡ് ഉണ്ടായിരുന്ന ഭാഗം എത്ര തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെയുള്ള രക്തക്കറകളും രക്തവും മാഞ്ഞു പോകും. ക്ലിയറായി തന്നെ ആ ഫ്ലോർ ഉണ്ടാകും. പക്ഷേ ആ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനും അയണും ആ രക്തമുണ്ടായിരുന്ന ഭാഗത്ത് തന്നെ ഉണ്ടാകും. രക്തമുണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കുന്ന സ്ഥലത്ത് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ സ്പ്രേയും അയണും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനം നടക്കും. മാത്രമല്ല അവിടെ ഒരു ബ്ലൂ കളർ പ്രത്യക്ഷപ്പെടും. ബ്ലഡ് ഉണ്ടായിരുന്ന ഭാഗമെല്ലാം ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി കാണാൻ സാധിക്കും. അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയതും ബാത്റൂമിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നും മമിത കൊടൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെ ഈ കേസ് കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ മമിതയുടെ സൈഡിലുള്ള വക്കീൽ എന്താണ് പറഞ്ഞതെന്നാൽ ഒരു മോശമായിട്ടുള്ള സൈക്കോയാണ് നരേഷ് എന്നും ഇടയ്ക്കിടയ്ക്ക് മമിതയെ ഇയാൾ ആക്രമിക്കാറുണ്ട് എന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഇയാളാണ് മമിതയെ ക്രൂരമായിട്ട് കൊല ചെയ്തത് എന്നും പറയുകയാണ്. അപ്പോൾ നരേഷിന്റെ സൈഡുള്ള വക്കീൽ പറഞ്ഞത് ഇല്ല, നരേഷിന് ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്നും ബ്ലഡ് വരാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബ്ലഡ് ആയിരിക്കും ഫോറൻസിക് അന്നവിടെ കണ്ടുപിടിച്ചത്. മാത്രമല്ല ഫോറൻസിക് കണ്ടുപിടിച്ച എവിഡൻസിൽ മമിതയുടെ DNA കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല മമിത ജീവനോടെ ഉണ്ടോ എന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അത് മമിതയുടെ ബ്ലഡ് ആണ് എന്ന് പറയുന്നത്? ഒരുപക്ഷെ അതൊരു മൃഗത്തിന്റെ ബ്ലഡ് ആയിക്കൂടെ എന്നും നരേഷിന്റെ വക്കീൽ പറയുകയാണ്. അതായത് നരേഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങിച്ചു വന്നാൽ അത് ക്ലീൻ ചെയ്യുന്നത് ബാത്റൂമിലിട്ടിട്ടായിരിക്കുമെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നരേഷിന്റെ വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് മമിതയുടെ വക്കീൽ പറഞ്ഞ കാര്യം കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിറച്ചു പോവുകയാണ്.
അങ്ങനെ മമിതയുടെ വക്കീൽ പറഞ്ഞത് നരേഷ് മമിതയെ കാണാനില്ല എന്ന് പറഞ്ഞത് ജൂലൈ 31-ാം തീയതിയാണ്. അന്നത്തെ ദിവസം അയാൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന CCTVയിൽ നിന്ന് വ്യക്തമാണ്. അടുത്ത ദിവസം ആഗസ്റ്റ് 1-ാം തീയതി ലൗഡൻ എന്ന് പറയുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എന്തോ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് എന്നും അത് പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ചോരക്കറ നിറഞ്ഞ ഒരു ബാത്റൂം മാറ്റാണ് എന്നും മനസ്സിലായി. മാത്രമല്ല കുറേയധികം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാരി ബാഗുകളാക്കി വേസ്റ്റ് നിക്ഷേപിക്കുന്നതിന്റെ ഫുട്ടേജും ലഭിച്ചിട്ടുണ്ട്. മേ ബി നരേഷ് വെവ്വേറെ ഇടങ്ങളിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത ആ വേസ്റ്റുകളിൽ ഒരു പക്ഷേ തുണ്ടുതുണ്ടായ മമിതയുടെ ശരീരഭാഗങ്ങൾ ആയിക്കൂടെ എന്ന് കോർട്ടിൽ മമിതയുടെ വക്കീൽ പറഞ്ഞത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പോവുകയാണ്. ഇത് കേട്ട് നരേഷിന്റെ വക്കീൽ പറഞ്ഞത് മമിത മരിച്ചതിന്റെ യാതൊരു തെളിവും പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു എവിഡൻസും ഇല്ലാതെ എന്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്യുന്നത്? ഇത് വെറും തോന്നൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ മമിതയുടെ വക്കീൽ ഒരു നിമിഷം, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം കൂടി അയാൾ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് നരേഷിനെ പോലെ ആദ്യമായി കൊല ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാരണം പോലീസിൽ അകപ്പെടും. പോലീസിൽ അകപ്പെടാതിരിക്കാനുള്ള പല വഴികളും അവർ ചിന്തിക്കുകയും ഗൂഗിൾ സെർച്ച് ചെയ്യുകയും ചെയ്യാറുമുണ്ട്. അതേപോലെ തന്നെയാണ് നരേഷിന്റെ ഗൂഗിൾ സെർച്ച് ഇൻഫർമേഷൻ ഞങ്ങൾ എടുത്തപ്പോൾ അതിൽ സെർച്ച് ചെയ്ത വിഷയങ്ങൾ, അതായത് മമിത കാണാതാവുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നരേഷ് ഗൂഗിൾ ചെയ്തത് ഭാര്യ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റൊരു വിവാഹം ചെയ്യുക എന്നായിരുന്നു. ഇതിൽ മമിതയുടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ തിയറിയിൽ മമിതയ്ക്ക് ശരിക്കും എന്തായിരിക്കും നടന്നിരിക്കുക എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ജൂലൈ 30 രാത്രി തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് നരേഷിനോട് മമിത പോയി പറയുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ഇവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകുന്നു. ഇതിൽ വളരെയധികം ദേഷ്യം വന്ന നരേഷ് അവിടെ ഉണ്ടായിരുന്ന കത്തിയോ റാഡോ ഗണ്ണോ ഉപയോഗിച്ചായിരിക്കും കൊടൂരമായിട്ട് മമിതയെ കൊല ചെയ്തത്. മേ ബി ഇത് ആക്സിഡന്റ് ആയാലും പ്രീ പ്ലാൻ മർഡർ ആയാലും അതിന്റെ ആഘാതത്തിൽ അവിടെ തന്നെ സ്പോട്ടിൽ തന്നെ മമിത മരണപ്പെടുകയാണ്. എന്നിട്ട് മമിതയുടെ ബോഡി കട്ടലിന്റെ അടിയിൽ സൂക്ഷിച്ച് കുട്ടിയെയും എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സാമഗ്രികളും കത്തിയും എല്ലാം വാങ്ങിച്ച് തൻ്റെ ടെസ്ല കാറിൽ വീട്ടിലേക്ക് വന്നതിന് ശേഷം കുട്ടിയെ ഉറക്കുകയാണ് നരേഷ്. എന്നിട്ട് മമിതയുടെ ബോഡി ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് തുണ്ടായി ആ ബോഡിയെ വെട്ടുകയാണ്. എന്നിട്ട് ക്യാരി ബാഗുകളിലാക്കിയിട്ട് വെവ്വേറെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ്. അങ്ങനെ മമിതയുടെ ഫോണും അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് പോലീസ് പറയുന്നു. എന്നിട്ടാണ് വീട്ടിൽ വന്ന് ഫ്ലോർ നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ എവിഡൻസും നശിപ്പിച്ചു എന്ന രീതിയിൽ തൻ്റെ കാറും വീടും വിൽക്കാനുള്ള തത്രപ്പാടിലായിരുന്നു നരേഷ്. അതേപോലെ തന്നെ നരേഷ് ടെസ്ല കാർ എത്രയും പെട്ടെന്ന് വിൽക്കുകയാണ്. എന്നിട്ട് വീട് വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് പോലീസ് വീട്ടിലേക്ക് എൻട്രി ആവുന്നത്. എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പ്ലാൻ ചെയ്ത അവൻ പോലീസ് കഴിഞ്ഞ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന കാര്യം മറന്നുപോയി. ഫോറൻസിക്കിന്റെ ടെക്നോളജി നരേഷിന്റെ ബ്രില്യൻസിനെ ഒന്നുമല്ലാണ്ടാക്കി. പക്ഷേ നരേഷ് ഇപ്പോഴും പറയുന്നത് താൻ മമിതയെ കൊല ചെയ്തിട്ടില്ല എന്നാണ്. ഇത് റീസെന്റ് ആയിട്ട് നടന്ന സംഭവമായതിനാൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ ഇത്ര തന്നെയാണ് ഉള്ളത്. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മമിതയുടെ 1 വയസ്സ് കുട്ടിയെ മമിതയുടെ അമ്മയ്ക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഈ കേസിൽ ഒരു തരത്തിലും ജാമ്യം കിട്ടുകയില്ല എന്ന് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ ഫോറൻസിക് ടെക്നോളജികളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതേപോലെ തന്നെ നരേഷ് തന്നെയാണോ മമിതയെ കൊല ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.